അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ചത് മലരുമോളെ ആശ്വസിപ്പിക്കുന്ന സിദ്ധുവിനെയാണ്. സിദ്ധു US പോകുമ്പോൾ അറിഞ്ഞ് സിദ്ധുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന മലരുമോളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സിദ്ധു എന്തൊക്കെയോ പറയുകയാണ്. അവസാനം സിദ്ധു പറയുന്നു, ദേവി തന്നെ മറുപടി പറഞ്ഞാൽ എല്ലാം നന്നായി നടക്കും. എന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് സങ്കടത്തോടെ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് മലരുമോളെ നോക്കിയിട്ട് പറഞ്ഞു, ശരി മോളെ, ഞാൻ മോളോട് പിന്നെ സംസാരിക്കാം. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ശരി, ഞാൻ ഇറങ്ങുവാണേ. എന്നിട്ട് മലരിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ബായ്. അവളോട് പോട്ടെ എന്ന് ചോദിച്ച് ചന്ദ്രികയെ ഒരുപാട് നേരം അവിടെ നോക്കി നിന്നു. എന്നിട്ട് അവൻ കാറിൽ കയറി ഓഫീസിലേക്ക് പോയി. അവൻ പോയപ്പോഴും മലരുമോൾ കരയുകയായിരുന്നു. കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ മറന്നതുപോലെ തോന്നി സിദ്ധുവിന്. ശേഷം അവൻ എല്ലായിടത്തും പരതി. അവൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയിരുന്നു. അവൻ പിന്നെയും വണ്ടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു. ഇപ്പുറത്താവട്ടെ വീട്ടിൽ അടുക്കളയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ടേബിളിൽ ഒരു ഫോണ് കണ്ടു ചന്ദ്രിക. അവൾ മനസ്സിലോർത്തു, ഇത് സിദ്ധു സാറിൻ്റെ ഫോണാണല്ലോ, അയ്യോ മറന്നു കാണും എന്നും വിചാരിച്ച് അവൾ ഫോണും കൊണ്ട് മുറ്റത്തേക്ക് ഓടി. അപ്പോഴത്തേനും അവൻ തിരിച്ച് വീട്ടിൻ്റെ മുറ്റത്തേക്ക് എത്തിയിരുന്നു. അവൻ കാറിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് വന്നു. അവൾ ഫോണും കൊണ്ട് ഓടി വരവും സിദ്ധു അങ്ങോട്ട് നിന്നും ഉള്ളിലേക്ക് കയറലും ഒരുമിച്ചായിപ്പോയി. അവർ രണ്ടുപേരും ഇടിച്ചു. ഫോൺ തെറിച്ച് തറയിലേക്ക് വീണു. സോറി സർ. സാരമില്ല ചന്ദ്രികെ. അവൾ തറയിൽ നിന്ന് ഫോണെടുത്ത് സിദ്ധുവിന് കൊടുത്തു. താങ്ക്സ്. അവർ അല്പനേരം അങ്ങനെ നോക്കി നിന്ന് ചന്ദ്രിക അകത്തേക്ക് പോകാനൊരുങ്ങി. അപ്പോൾ സിദ്ധു, ചന്ദ്രികെ. അപ്പോൾ അവൾ അവിടെ തന്നെ നിന്നു. പറയൂ സാർ. എന്താ തീരുമാനിച്ചിരിക്കുന്നേ? എൻ്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ സാർ. എന്ന് വെച്ചാൽ ഞാനിവിടെ നിൽക്കണ്ട, അമേരിക്കയിലേക്ക് പോയിക്കൊള്ളാനാണോ പറയുന്നത്? അപ്പോൾ അവൾ, സാറിനോട് അമേരിക്കയിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതേസമയം സാറിൻ്റെ സ്നേഹം എനിക്ക് സ്വീകരിക്കാനും കഴിയില്ല. എന്നോട് ക്ഷമിക്കണം. സിദ്ധു ആശയറ്റ പോലെ തലകുനിച്ചു നിന്നു. അവൾ പിന്നെയും പറഞ്ഞു, ഇപ്പോൾ എനിക്ക് യാതൊരു തീരുമാനവും എടുക്കാൻ പറ്റില്ല. സാരമില്ല ചന്ദ്രിക, നീ സാവധാനം നല്ലപോലെ ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി. എൻ്റെ ബർത്ത്ഡേ വരുന്ന വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ, അതിനുള്ളിൽ തീരുമാനം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതിനുശേഷം ഉറപ്പായും ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. ഞാൻ US പോകും. അതും പറഞ്ഞ് അവൻ സ്പീഡിൽ പോയി. കാറിൽ കയറും മുമ്പ് കുറച്ചു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. അവളിൽ നിന്ന് ഒരു പ്രതികരണവുമില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് കാറിൽ കയറി അവൻ ഓടിച്ചു പോയി. പിന്നെ കാണിക്കുന്നത് മലരുമോളുടെ സ്കൂളാണ്. അവിടെ മലരുമോൾ ആരെയോ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് മഹേഷ് വന്നു. അയാൾ മനസ്സിലോർത്തു, മലരിനെ വിളിക്കാൻ ചന്ദ്രിക ഇതുവരെ എത്തില്ല എന്ന് തോന്നുന്നല്ലോ. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് പോയി. മോളെ, എന്തു പറ്റി? അമ്മ ഇതുവരെ വന്നില്ല? ഇല്ല, ഇതുവരെ വന്നില്ല. ശരി, എന്തായാലും അമ്മ വരട്ടെ, അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം, വാ. വേണ്ട, അമ്മ എന്നെ അന്വേഷിക്കും. ദേ നോക്ക്, അച്ഛൻ മോൾക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. മോള് വന്നാ അച്ഛനത് തരും. അവൾ ആലോചിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ വാങ്ങി വെച്ചിരിക്കുന്നേ? അത് സർപ്രൈസ്. മോള് വരുവാണെങ്കിൽ ഞാൻ തരാം. അവൾ മടിച്ചു നിൽക്കുന്നത് കണ്ട് മഹേഷ് പിന്നെയും പറഞ്ഞു, എന്താ ആലോചിക്കുന്നേ? മോളുടെ അമ്മ വരും മുമ്പ് ഞാൻ കൊണ്ടുവിടാം, വാ. വാ മോളെ എന്നും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് അവൻ കൂട്ടിക്കൊണ്ടുവന്നു. അവളെ ഒരു സ്ഥലത്ത് ഇരുത്തി അവൻ ഐസ്ക്രീമും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. മോളെ, ദാ ഇത് കണ്ടോ, അച്ഛൻ മോൾക്ക് വേണ്ടി ഐസ്ക്രീം വാങ്ങി, കഴിച്ചോ? വാങ്ങു മോളെ. അപ്പോൾ മലരത് വാങ്ങിച്ചു. അവൾക്കത് തുറക്കാൻ കഴിയാതിരുന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങതാ, അച്ഛൻ പൊട്ടിച്ചു തരാം. എന്നിട്ട് കവറൊക്കെ അയാൾ പൊട്ടിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. ദാ പൊട്ടിച്ചു, ഇത് കഴിച്ചോ. മലര് ഐസ്ക്രീം കഴിക്കുന്നതിനിടയിൽ മഹേഷ് മനസ്സിലോർത്തു, ഇവളാകെ മാറിപ്പോയല്ലോ. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ഇവൾ അനുസരിക്കും. ഇവളെ ഉപയോഗിച്ച് ചന്ദ്രികയെ എൻ്റെ വരുതിയിൽ ഞാൻ കൊണ്ടുവരും. അപ്പോഴാണ് മലയറിനെ കൂട്ടാൻ വേണ്ടി ചന്ദ്രിക വണ്ടിയിൽ അങ്ങോട്ടേക്ക് വന്നത്. അവൾ സ്കൂട്ടി വെളിയിൽ വെച്ച് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറി. അവൾ വാച്ച്മാനോട് ചോദിച്ചു, ചേട്ടാ മലരെവിടെ? അയാൾ പറഞ്ഞു, മലരകത്തുണ്ട്. ആ. മഹേഷ് മലരിനോടപ്പോൾ പറയുകയാണ്, എന്താ മോളെ മുഴുവനും കഴിക്കേ? അപ്പോൾ മലര് പറഞ്ഞു, അമ്മ എന്നെ വഴക്ക് പറയും. അത് ശരിയാ, അമ്മ വരുന്നതിന് മുൻപ് മോള് പെട്ടെന്ന് കഴിക്കേ. എന്നിട്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ മൊബൈലിൽ ഫോട്ടോ പകർത്തുകയായിരുന്നു. അപ്പോഴാണ് ആ കാഴ്ചയും കണ്ട് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നത്. അവൾ ഞെട്ടിപ്പോയി. അവൾ ദേഷ്യത്തോടെ മനസ്സിലോർത്തു, എന്തിനാ മലറിൻ്റെ ഫോട്ടോ എടുക്കുന്നത്? ദേഷ്യം പിടിച്ച് അവൾ അങ്ങോട്ടേക്ക് ഓടി വന്നു.
എന്നിട്ട് മഹേഷ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണ് പിടിച്ചു വാങ്ങി തറയിലേക്ക് എറിഞ്ഞു. ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര ധൈര്യമോ എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ? എന്നിട്ട് മലറിനെ നോക്കി ചോദിച്ചു, മലർ, ഈ ഐസ്ക്രീം എവിടുന്നാ? എന്താടി, എൻ്റെ മോൾക്ക് ഞാനിത് കൊടുത്താൽ ശരിയാവില്ലേ? അവൾ മലറിൻ്റെ കയ്യിൽ നിന്നും ഐസ്ക്രീം പിടിച്ചു വാങ്ങി തറയിലേക്ക് എറിഞ്ഞു. കൊണ്ടുപോയിക്കോ. എന്നിട്ട് മഹേഷിനോട് ആക്രോശിച്ചു, ഇനി മേലാൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ ഞാൻ പെരുമാറുന്നത് ഇങ്ങനെയായിരിക്കില്ല. എന്നിട്ട് മലരിനോട് ശാസിച്ചു, മലർ, നിനക്കെന്താ വിവരമില്ലേ? ഇയാളുടെ മുഖത്ത് പോലും നോക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളേ? എന്നിട്ട് അയാൾ വാങ്ങിത്തന്ന ഐസ്ക്രീം കഴിക്കുക. എന്നിട്ട് മലരിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു, വാ ഇങ്ങോട്ട് നടക്ക്. അപ്പോൾ പുറകിൽ നിന്ന് മഹേഷ് വിളിച്ചു, ഏയ് ചന്ദ്രികേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഇനി മേലാൽ ഇവളെ വഴക്ക് പറഞ്ഞാൽ ഞാൻ വെറുതെ നോക്കി നിൽക്കില്ല. എന്നിട്ട് മലരിനെ നോക്കി പറഞ്ഞു, മോളെ, നിന്റെ അമ്മ നിന്നെ എന്തെങ്കിലും ചെയ്താൽ എന്നോട് പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ദേഷ്യം പിടിച്ച് കളിയാക്കിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞു, അതെ അതെ, ഇയാളോട് പറഞ്ഞാൽ മതി. ഇയാൾ ആരാണെന്ന് വെച്ചിട്ടാ നീ ആരോട് സംസാരിക്കാൻ നിൽക്കുന്നേ? വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് മലരിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. പോകുന്ന പോക്കിൽ ഗേറ്റിലുണ്ടായിരുന്ന വാച്ച്മാനോട് ചന്ദ്രിക, ചേട്ടാ, മഹേഷ് എങ്ങനെയാ ഈ സ്കൂളിനകത്ത് കയറിയത്? അപ്പോൾ വാച്ച്മാൻ ചേട്ടൻ പറഞ്ഞു, അയാൾ ഈ സ്കൂളിലെ ബസ് ഡ്രൈവറായി ജോലിക്ക് കയറിയിട്ടുണ്ട്. ഇത് കേട്ട് ചന്ദ്രിക ഞെട്ടിപ്പോയി. ബസ് ഡ്രൈവറായിട്ട് ചേർന്നെന്നോ? അതേ ചന്ദ്രികെ. ശരി ചേട്ടാ എന്നും പറഞ്ഞ് മലരിനെ സ്കൂട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവളോട് പറഞ്ഞു, മലർ, നീ എന്താ ഈ കാര്യം എന്നോട് പറയാത്തെ? എന്താ, അയാൾ എന്നോട് പറയരുതെന്ന് പറഞ്ഞോ? മലരൊന്നും മിണ്ടാത്തത് കണ്ടപ്പോൾ ചന്ദ്രിക തന്നെ പറഞ്ഞു, അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. കുഞ്ഞിന് ഓരോന്ന് വാങ്ങിക്കൊടുത്ത് മനസ്സ് മാറ്റാൻ നോക്കിയിരിക്കുക. മലർ, ഇങ്ങോട്ട് നോക്ക്. ആ മഹേഷ് നല്ലവനല്ല. നിന്നോട് കൂട്ടുകൂടുന്നത് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെ ആയിരിക്കും. ഇനി അയാൾ നിന്നോട് സംസാരിക്കാൻ വന്നാൽ നീ സംസാരിക്കണ്ട. അവൻ എന്ത് തന്നാലും വാങ്ങാനും പാടില്ല, മനസ്സിലായോ? ശരി അമ്മേ. ശരി, വാ പോവാം. എന്നിട്ട് അവർ അവിടെ നിന്ന് പോയി. പിന്നീട് കാണിക്കുന്നത് പൂക്കൾ കോർക്കുന്ന ചന്ദ്രികയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും വരുന്നു. അവർ അത് കണ്ട് സന്തോഷത്തോടെ നോക്കി നിന്നു. ലക്ഷ്മി അമ്മ പറഞ്ഞു, ഏട്ടൻ ഇരിക്ക്. എന്നിട്ട് ചന്ദ്രികയുടെ അടുത്ത് വന്നു, ചന്ദ്രികയെ. ആ അമ്മ, ഒന്ന് ഭക്ഷണം എടുത്ത് വെക്കുമോ? ആ പിന്നെന്താ, ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് അവൾ കോർക്കുന്ന പൂക്കൾ അവിടെ വെച്ചു. അവൾ അമ്മയെയും ഒപ്പം അവിടെ ഇരുത്തി. രണ്ടുപേർക്കും എല്ലാം വിളമ്പിക്കൊടുത്തു. അപ്പോൾ മഹേന്ദ്ര സാറ് ചന്ദ്രികയോട്, ചന്ദ്രികയെ, നീയും ഒരുമിച്ചിരിക്ക്. ലക്ഷ്മിയുടെ അടുത്തിരുന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ ചന്ദ്രിക, എന്താ സാർ ഇത്, എന്നോട് ലക്ഷ്മി അമ്മയുടെ അടുത്തിരുന്നൊക്കെ കഴിക്കാൻ പറയുന്നു? ഓരോരുത്തരുടെ സ്ഥാനം അനുസരിച്ചല്ലേ സാർ ഇരിക്കാനൊക്കെ പാടുള്ളൂ. അത് കേട്ട് ലക്ഷ്മി അമ്മയ്ക്കും മഹേന്ദ്ര സാറും സങ്കടമായി. ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയാ. നിങ്ങൾ എന്നെ എല്ലാവർക്കും ഒപ്പം കാണുന്നത്, നിങ്ങളുടെ അടുത്തിരുത്തി ഭംഗി നോക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് അഭിമാനമുള്ള കാര്യം തന്നെയാ. ഈ ലോകത്ത് മറ്റുള്ളവർ ഒരു ജോലിക്കാരിയെ ഇങ്ങനെ നോക്കുമോന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ലക്ഷ്മി അമ്മ, ചന്ദ്രികയെ, നീ അടുത്തിരുന്ന് കഴിക്ക്. നീ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ച് ആർക്കും ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. ഇരിക്ക് ചന്ദ്രികയെ. അയ്യോ അമ്മ, എനിക്ക് ജോലിയുണ്ട്, അമ്മ കഴിക്കാൻ നോക്ക്. അപ്പോൾ മഹേന്ദ്രൻ സാറും പറഞ്ഞു, ഇരിക്ക് ചന്ദ്രികയെ. ലക്ഷ്മി അമ്മ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചേ പറ്റൂ. എന്നിട്ട് അവളെ അവിടെ പിടിച്ചിരുത്തി പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്ത് ഫുഡ് സെർവ് ചെയ്തു. രണ്ടുപേരും കൂടി എല്ലാം വിളമ്പിക്കൊടുത്തിട്ട് പറഞ്ഞു, കഴിക്ക്. അപ്പോൾ ചന്ദ്രിക, എന്താ അമ്മ ഇത്, വീട്ടിലാണെങ്കിൽ പഴങ്കഞ്ഞിരിക്കുക, ഞാൻ ഇതൊക്കെ കഴിച്ചാൽ അതൊക്കെ ആര് കഴിക്കും? അത് കേട്ട് അത്ഭുതത്തോടെ മഹേന്ദ്രൻ സാറ്, ഓ പഴങ്കഞ്ഞിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ചന്ദ്രിക, എന്താ സാർ ഇത്, സ്വർണ്ണക്കരണ്ടിയിൽ ഭക്ഷണം കഴിക്കുന്ന സാറിന് പഴങ്കഞ്ഞി ഇഷ്ടമാണെന്നോ? അപ്പോൾ മഹേന്ദ്രൻ സാറ്, എന്തൊക്കെ സ്വർണ്ണക്കരണ്ടിയിൽ കഴിച്ചാലും പഴങ്കഞ്ഞിയിൽ കിട്ടുന്ന രുചി വേറെ എവിടെയും കിട്ടില്ല. അത് കേട്ട് കൗതുകത്തോടെ ചന്ദ്രിക ചിരിച്ചു. പിന്നെയും മഹേന്ദ്രൻ സാർ പറഞ്ഞു, പഴങ്കഞ്ഞിയിൽ ചെറിയ ഉള്ളിയും നാരങ്ങ അച്ചാറും ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ എന്തു രുചിയാണെന്നറിയാമോ? അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാലോചിച്ച് അയാൾ പുളകം കൊണ്ടു. ലക്ഷ്മി അമ്മയും അത് ആസ്വദിച്ചു. അപ്പോൾ ചന്ദ്രിക ചോദിച്ചു, എന്താ സാർ, വന്ന് വന്ന് പഴങ്കഞ്ഞിയും നാരങ്ങ അച്ചാറും ഒക്കെ നല്ലതാണെന്ന് പറയുന്നു. അതൊക്കെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ കഴിക്കുന്ന ആഹാരമല്ലേ. അപ്പോൾ മഹേന്ദ്രൻ സാർ, നിന്റെ ഒരു കാര്യം, വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇപ്പോൾ പഴങ്കഞ്ഞി സ്പെഷ്യൽ ഐറ്റമായിട്ട് കൊടുക്കുന്നുണ്ട്, അറിയാമോ? അവൾ അപ്പോൾ അവിടെ നോക്കി നിന്നു. ലക്ഷ്മിയമ്മ പറഞ്ഞു, ചന്ദ്രികയെ കഴിക്ക്. 3 പേരും സന്തോഷത്തോടെ കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ ചന്ദ്രിക, സാർ, നിങ്ങളോട് 2 പേരോടും ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ ചന്ദ്രികയെ, പറയ്. ഇപ്പോൾ മഹേഷ് ജോലി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? അപ്പോൾ മഹേന്ദ്ര സാർ, എനിക്കറിയില്ല മോളെ. അയാളിപ്പോൾ മലര് പഠിക്കുന്ന സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്.
ഇത് കേട്ടപ്പോൾ മഹേന്ദ്രൻ സാർ ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയി. എന്താ പറയുന്നത്? അതെ സാർ, മഹേഷ് മലര് പഠിക്കുന്ന സ്കൂളിൽ ബസ് ഡ്രൈവറായിട്ട് ജോലി നോക്കുക. ഇത് കേട്ട് മഹേന്ദ്രൻ സാറിന് അരിശം വന്നു. ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് മഹേന്ദ്ര സാർ പറഞ്ഞു, പന്ന റാസ്കൽ, അവനെന്തിനാ അവിടെ ജോലിക്ക് കയറിയത്? അപ്പോൾ ചന്ദ്രിക പറഞ്ഞു, മലരിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയാ അയാൾ അവിടെ തന്നെ ജോലിക്ക് വന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. അപ്പോൾ മഹേന്ദ്ര സാറ്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ എനിക്കറിയാം, അദ്ദേഹത്തോട് പറഞ്ഞ് അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞേക്കാം. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ നീ ഇഡ്ഡലി എടുക്ക്. അപ്പോൾ ലക്ഷ്മി അമ്മ അവൾക്ക് ഇഡ്ഡലി ഇട്ടുകൊടുത്തു. രണ്ടുപേരും സ്നേഹത്തോടെ അവൾക്ക് വിളമ്പിക്കൊടുത്തു. കഴിക്ക് ചന്ദ്രികയെ. അവൾക്ക് സന്തോഷവും സങ്കടവും ഒന്നിച്ചു വന്നു. അഭിമാനത്തോടെ അവളും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. പെട്ടെന്ന് അവൾക്ക് കഴിക്കുന്നത് മൂക്കിൽ കയറി. അപ്പോൾ അവളുടെ നെറുകയിൽ അടിച്ചുകൊണ്ട് രണ്ടുപേരും അവൾക്ക് മുന്നിൽ ഓരോ ഗ്ലാസ് വെള്ളം നീട്ടി. ഏത് വാങ്ങണമെന്നറിയാതെ അവൾ ആശ്ചര്യത്തോടെ നിന്നു. ശേഷം ലക്ഷ്മി അമ്മയുടെ കയ്യിലുള്ള വെള്ളം വാങ്ങി അവൾ കുടിച്ചു. ഒരമ്മയുടെ കരുതൽ പോലെ ലക്ഷ്മി അമ്മ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ മഹേന്ദ്ര സാർ ചോദിച്ചു, ശരിയായോ മോളെ? എന്നാ കഴിക്ക്. ആരോ നിന്നെക്കുറിച്ച് ഓർത്തതാ, കഴിക്ക്. അവൾ സ്നേഹത്തോടെ രണ്ടുപേരെയും നോക്കി. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. മഹേഷ് ഒരു തെങ്ങിൻ്റെ മറവിൽ നിന്ന് മഹേന്ദ്രൻ സാറും സിദ്ധുവും ചന്ദ്രികയും സ്കൂളിലേക്ക് വരുന്നത് നോക്കി നിന്നു. എന്നിട്ട് അവൻ മനസ്സിലോർത്തു, എന്തായിരിക്കും കാര്യം, ഇവർ 3 പേരും വരുന്നുണ്ടല്ലോ. അതിനുശേഷം പ്രിൻസിപ്പാളിനെ കാണിക്കുകയാണ്. പ്രിൻസിപ്പാൾ മഹേന്ദ്ര സാറിനോട് ചോദിക്കുന്നു, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മഹേന്ദ്ര സാർ പറഞ്ഞു, ഇവരുടെ എക്സ് ഹസ്ബൻഡിൻ്റെ പേര് മഹേഷ് എന്ന, അയാളിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ജോലിക്ക് ചേർന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പ്രിൻസിപ്പാൾ പറയുന്നു, ഇന്ന് തന്നെ മഹേഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. പ്രിൻസിപ്പാൾ സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുന്നു, മഹേഷ് എന്ന ഒരാളെ ജോലിക്കെടുത്തിട്ടുണ്ടോ? അതെ സാർ, ഇന്ന് തന്നെ അയാളെ പറഞ്ഞയച്ചേക്കണം. പിന്നീട് സ്റ്റാഫ് മഹേഷിനോട് പറയുന്നു, നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പ്രിൻസിപ്പൾ പറഞ്ഞു. അപ്പോൾ മഹേഷ്, എന്തിനാ ഇപ്പോൾ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞിടാൻ നോക്കുന്നേ? നിങ്ങളെക്കുറിച്ച് ചന്ദ്രിക എന്ന് പറഞ്ഞൊരാൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുക. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും അടുത്തേക്ക് കയറി വന്ന് മഹേഷ് ചോദിക്കുന്നു, എന്താ ചന്ദ്രിക, ഇപ്പോൾ ഒരുപാട് സന്തോഷം കാണുമല്ലോ. എന്നിട്ട് സിദ്ധുവിനെ നോക്കി ഒന്ന് ആക്കിക്കൊണ്ട് ചോദിക്കുന്നു, ചന്ദ്രിക എങ്ങനെയുണ്ട്, നല്ല കമ്പനിയല്ലേ? ഇത് കേട്ട് സിദ്ധുവിന് ദേഷ്യം പിടിക്കുന്നു. നിങ്ങൾ അവളുടെ മനസ്സിനെ അങ്ങ് കൈവശമാക്കി കഴിഞ്ഞല്ലേ? അപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയ നല്ലൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.